യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നാം പ്രാർത്ഥനയോടെ കേൾക്കുന്ന, സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ഒരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഈ ഒരു ദിവസം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേട്ട് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു നന്മയായി, ഒരനുഗ്രഹമായി വരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പല കാരണങ്ങളാൽ, പല വിഷയങ്ങളാൽ വേദനിക്കുന്നവരും സഹിക്കുന്നവരും പ്രതിസന്ധികളിലായവരും ഒക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഈ വചനം കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ കാണും, മരണഭയം അനുഭവിക്കുന്നവർ കാണും. ജീവിതത്തിൽ മുന്നോട്ട് 1% പ്രതീക്ഷയില്ലാത്തവർ കാണും. പ്രതീക്ഷയൊട്ടുമില്ലാത്തവരുണ്ട്. 1% പ്രതീക്ഷയ്ക്ക് വകയില്ല ഇനി എന്ന് ചിന്തിക്കുന്നവർ കാണും. നിങ്ങളുടെ സൗഖ്യത്തിനായി, വിടുതലിനായി, നന്മയ്ക്കായി ഒക്കെ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കാം. സങ്കീർത്തനം 53 അധ്യായം 6 വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കുവാണ്. സങ്കീർത്തനം 53 6 വാക്യം. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ, അത് മനസ്സിലാകുന്ന ഒരു വാക്കിൽ പറയാം, സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ചിലരെങ്കിലും പറയാറില്ലേ, എൻ്റെ സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്, വളരെ കയ്പുള്ള സാഹചര്യമാണ്, ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സ്ഥിതി, ദൈവം തൻ്റെ സ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. പ്രാർത്ഥനയും അനുഗ്രഹവും ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരാളുടെ സ്ഥിതി മാറുന്നത്, അവസ്ഥയെ ദൈവം മാറ്റുന്നത്. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് യാക്കോബ്? യാക്കോബ് ദൈവത്തോട് ഒരു രാത്രി മുഴുവൻ കൂടെ നിന്ന് അനുഗ്രഹം ചോദിച്ച് വാങ്ങിയെടുത്തയാളാണ്. യാക്കോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവനാണ്, അനുഗ്രഹം ചോദിച്ചു വാങ്ങിയവനാണ്. വേറെ ഒന്നും ചോദിച്ചു വാങ്ങിയില്ലേലും പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിച്ച് തന്നെ വാങ്ങണം. പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നത്. യാക്കോബ് ആനന്ദിക്കും. നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനൊരു സ്ഥിതിയുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു സ്ഥിതിയുണ്ട്, നമ്മളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ പറയും, എൻ്റെ സാമ്പത്തികത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്,
ജീവിതത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്, ഞാനൊരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ അവസ്ഥ ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല, സ്ഥിതി മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം സ്ഥിതി മാറ്റാൻ കഴിവുള്ളവനാണ്. എൻ്റെ അവസ്ഥയെ മാറ്റാൻ, സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. എൻ്റെ സ്ഥിതി മാറുമ്പോൾ, പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ദൈവത്തിൽ നിന്നുള്ള ഈ ആനന്ദവും ഈ സന്തോഷവും നിങ്ങളിൽ വന്ന് നിലനിൽക്കാനിടയാകട്ടെ. ദൈവം നൽകുന്ന ഈ സന്തോഷവും ഈ ആനന്ദവും, യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. സന്തോഷം, ആനന്ദം, ഇത് ദൈവത്തിൽ നിന്നുള്ള സന്തോഷമാണ്, ആനന്ദമാണ്. അതിൽ നമ്മിൽ വന്ന്, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിലനിൽക്കാനിടവരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ സ്ഥിതി മാറാൻ ഇടവരട്ടെ. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ദിവസവും വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആയിരിക്കും നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അറിയാതെയെങ്കിലും ദൈവമേ ഹല്ലേലൂയ ആമേൻ എന്നൊക്കെ പറയും. അറിയാതെങ്കിലും ഉള്ളിൽ നിന്ന് പറയും. ഒരു ആമേൻ പറയുമ്പോഴാണ്, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ്, ഒരു വചനം കേൾക്കുമ്പോഴാണെങ്കിലോ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്നത്. ഓരോരുത്തരുടെ സ്ഥിതിയും മാറാൻ ഇടയാകട്ടെ. നിങ്ങൾ ഒരാൾക്ക് ഈ വചനം അയച്ചു കൊടുക്കുമ്പോൾ ഇനിയും അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലുള്ള വചനങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിലൂടെ ആരൊക്കെയോ വചനം കേൾക്കാൻ ഇടയാകട്ടെ, ആരൊക്കെയോ വചനം കേൾക്കാൻ ഇടയാകട്ടെ. അവരുടെ സ്ഥിതി മാറാൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ അയച്ചു കൊടുക്കുന്ന ഈ വചനവും കാരണമാകട്ടെ. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം എത്ര പേരെ നടത്തിയിട്ടുണ്ടെന്നറിയാമോ? ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകേണ്ട എത്രയോ ജീവിതങ്ങളെ ദൈവം കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, സ്ഥിതി മാറ്റിയിട്ടുണ്ട്. സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിനെന്നും സാധ്യമാണ്. എനിക്കറിയാവുന്ന എത്രയോ പേരുടെ അവസ്ഥകളെ ദൈവം മാറ്റിയിട്ടുണ്ടെന്നറിയാമോ? സ്ഥിതി ദൈവം മാറ്റിയിട്ടുണ്ടെന്നറിയാമോ? ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച എത്രയോ പേരുടെ തകർന്ന അവസ്ഥകളെ, പരാജയപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അവരെ കരകയറ്റിയിട്ടുണ്ടെന്നറിയാമോ? ദൈവം തൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേലോ സന്തോഷിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ശനിയാഴ്ച ദിവസം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരവർക്ക് മാത്രം അറിയാവുന്ന, അവരവരനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സഹനങ്ങൾ ഒക്കെയുണ്ട്. അവരവർക്ക് മാത്രം അറിയാവുന്ന പ്രയാസങ്ങൾ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, അതയച്ചു കൊടുത്ത, അത് സ്വീകരിച്ച, എഴുതിയ ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ മക്കൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അവസ്ഥയെ ദൈവം മാറ്റും. കുടുംബമായി ഒരുമിച്ചിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റും. വീടിൻ്റെ ദോഷം മാറ്റും. വീടിൻ്റെ ശാപം മാറും, ദോഷം മാറും. എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളും മാറി മാറി വരും. അവിടെയെല്ലാം ദൈവസഹായം ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ആ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ 4 അതിരുകൾ, കയറി വരുന്ന വഴികൾ, ഓരോ മുറികൾ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ അതിൻ്റെ ഏറ്റവും അടുക്കള ഭാഗം വരെയുള്ള ഓരോ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ആയുധങ്ങളേന്തിയ
ദൈവീക ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. ഒരു തരത്തിലും ഒരു ദോഷവും വരാതെ ഓരോ ഭവനത്തെയും സംരക്ഷിക്കണമേ. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പദ്ധതികളെ അങ്ങ് ആശീർവദിക്കണമേ. അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവനെ, ശരീരത്തെ അങ്ങ് സൂക്ഷിക്കണമേ. ദോഷം വരാതെ കാത്തുകൊള്ളണമേ. രക്തത്താൽ ഈ വചനം കേൾക്കുന്നവരെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഇവരെ കാത്തുകൊള്ളണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റട്ടെ. നിങ്ങളുടെ ഇന്നത്തെ ആ ദുസ്ഥിതിയെ ദൈവം മാറ്റട്ടെ. ഇന്നത്തെ ആ കഷ്ടകാലത്തെ മാറ്റട്ടെ. ഇന്നത്തെ പ്രതിസന്ധികൾ മാറട്ടെ. ഇന്നത്തെ വേദനയുള്ള ആ സാഹചര്യം മാറട്ടെ. ആ അസ്വസ്ഥതകളും പിണക്കങ്ങളും മാറട്ടെ. ഐശ്വര്യം ഉണ്ടാകട്ടെ. ദൈവനാമത്തിൽ നിങ്ങളുടെ ഭവനം സന്തോഷിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെ ഞായറാഴ്ചയാണ്. നാളെയും രാവിലെ 5:30 തന്നെ ആ വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിനുള്ള സമയം ഒരുക്കി തരട്ടെ. പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.